ഇത് നമുക്ക് ഒരു സ്വീറ്റ് റെസിപ്പി ആയാലോ? അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് കേസരിയാണ്. കേസരി ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടാവും. എന്നാലും അറിയാത്ത ചിലരെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. തുടക്കക്കാർക്ക് വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റാണ്. അപ്പോൾ ആ ഇൻഗ്രീഡിയൻസ് അധികം വേണ്ട. സ്വീറ്റ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കേസരി ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു പാന് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരിയും ഒന്ന് വറുത്ത് കോരണം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ ഒരു 5-6 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് ഹാഫായി കട്ട് ചെയ്തിട്ട് എടുത്തതാണ്. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് മുന്തിരിയും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇതിൻ്റെ കൂടെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി മുന്തിരി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഈ സെയിം പാനിലോട്ട് തന്നെ നമുക്ക് റവ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1/2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് വറുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ അതുവരെ ഒന്ന് വറുത്തെടുക്കുക. ഒരുപാട് വറുത്ത് ഒരു ബ്രൗൺ കളർ ആവുമൊന്നും വേണ്ട. ഇപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും റോസ്റ്റ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ 1/2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. റവ എടുത്ത അതേ കപ്പിന് 1/2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇത് ചൂടുവെള്ളമാണ്. ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതിലോട്ട് ഞാൻ ഒരു ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മധുരം ചേർക്കുമ്പോൾ അതൊന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ ഇതിലേക്ക് യെല്ലോ കളർ ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇത് ഓപ്ഷണൽ, ഒരു നിർബന്ധമില്ല. അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് യെല്ലോ കളർ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കളർ ചേർക്കണം എന്നില്ല. യെല്ലോ കളറിന് പകരം സാഫ്രോൺ ഉണ്ടെങ്കിൽ സാഫ്രോൺ ഒന്ന് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് കുതിർത്ത് ഒഴിച്ചെടുത്താലും മതി. അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു നുള്ളി ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ അബ്സോർബ് ആയിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർക്കുന്നുണ്ട്. ഫുള്ളായിട്ട് നെയ്യിൻ്റെ ഒരു ടേസ്റ്റ് വരാതിരിക്കാനാണ്. അതിന് പകരം നെയ്യ് വേണമെങ്കിൽ നെയ്യ് തന്നെ ചേർക്കാം. ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. ഇപ്പോൾ ഇത് ഏകദേശം പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് മെൽറ്റ് ആകുമ്പോൾ കുറച്ചുകൂടി ഒന്ന് സ്റ്റിക്കി ആവും. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. ഇത് ഇനി പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവാകുമ്പോൾ നമുക്ക് വാങ്ങാം. നെയ്യ് ഇതിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നെയ്യിൻ്റെ ടേസ്റ്റ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നെയ്യ് അധികം ചേർക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ചേർക്കാത്തത്. അങ്ങനെയാണെങ്കിൽ 1-2 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് കേസരി റെഡി ആയിട്ടുണ്ട്.
ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിതൊരു ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഒരു പ്ലേറ്റിലോട്ട് ആക്കാം. നമ്മൾ അടിപൊളി കേസരി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്വീറ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല റെസിപ്പിയുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരാം. താങ്ക് യു.